ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 28ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ഷിയാത്തിയ രാജ്ഞിയുടെ മകൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതാണ്. എല്ലാവരും അവൻ്റെ മുമ്പിൽ കുമ്പിട്ടു. അവനപ്പോൾ എല്ലാവരോടുമായിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞു. ഷിയാത്തിയ രാജ്ഞിയാകട്ടെ ഇതേ സമയം പറയുകയാണ്, വലിയൊരു പ്രതിസന്ധിയാണ് താങ് സാമ്രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അതിനുശേഷം ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് പറയുന്നതിന് വേണ്ടി സാങ്സാങ്ങിൻ്റെ ഫാദറിനെ ക്ഷണിക്കുന്നു. എന്നാൽ സാങ്സാങ്ങിൻ്റെ ഫാദർ ആദ്യമേ ചോദിക്കുന്നത് തെറ്റ് ചെയ്ത പട്ടാളക്കാരെ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്. ഇതേ സമയം തന്നെ ലിയു രാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ ലിയു രാജ്ഞിയെ കാണാൻ വരുന്നതായി കാണിക്കുന്നു. അപ്പോഴാണ് ഒരു സേവക വഴി ഒരു കാര്യം അറിയുന്നത്. അവൾ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും അവളെ തടയാനാകുന്നില്ല. ഉടനെ തന്നെ അയാൾ ലിയു രാജ്ഞിയുടെ അടുത്തേക്ക് ഓടുന്നു. അയാൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് സേവകന്മാരുടെ ഇടയിൽ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ലിയു രാജ്ഞിയാണ്. അയാൾ അതൊക്കെ നിർത്താൻ പറഞ്ഞിട്ടും അവൾ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല എന്ന് കണ്ടപ്പോൾ അവളുടെ അടുത്ത് ചെന്ന് അത് പിടിച്ചു വാങ്ങി സേവകന്മാർക്ക് അത് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. ശേഷം അവളെ തൊട്ടു തലോടി അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതാണ് അവൻ. എന്നാൽ വഴുതി മാറി അവൾ പറയുകയാണ്, എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിഷമത്തോടെ അയാൾ പറയുകയാണ്, ശരിയാണ്, എനിക്കതിനുള്ള അധികാരമൊന്നുമില്ല. നിന്നോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം മൂലമാണ് നിന്നെ ഇങ്ങനെയൊന്നും കാണുവാൻ ഞാൻ ആഗ്രഹിക്കാത്തത്. അപ്പോൾ നേരെ നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൾ പറയുകയാണ്, നിന്റെ പോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാകും. ഞാനും അമിതമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അത് മുഴിപ്പിക്കാനാതെ അപ്പോഴേക്കും അവൾ വീണും പോകുന്നു. അവളെ പിടിക്കാൻ ഒരുങ്ങിയിട്ടും അവൾ സമ്മതിച്ചില്ല. അപ്പോൾ ആ പട്ടാളക്കാരൻ തുടർന്ന് പറയുകയാണ്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും അതിൻ്റെ പേരിൽ ഞാൻ നിന്നോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് എപ്പോഴും നിൻ്റെ കൂടെ ആയിരുന്നാൽ മതി. നീ ഹാപ്പി ആയിരുന്നാൽ മതി. നിന്നോടുള്ള പ്രാന്തമായിട്ടുള്ള സ്നേഹമാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ലിയു രാജ്ഞി ഉടനെ പറയുകയാണ്, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണമല്ലേ? അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞു പോകുന്ന അവൾ പറയുകയാണ്, എൻ്റെ സഹോദരൻ മരിച്ചു. അതൊന്നും നടന്നിട്ടില്ല എന്ന മട്ടിൽ എനിക്ക് എങ്ങനെ ഇരിക്കാൻ സാധിക്കും? ശേഷം പൊട്ടിക്കരഞ്ഞ് അവനോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. എന്നാൽ ലിയു രാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ പറയുകയാണ്, അവൻ മരിച്ചു. ആ റിയാലിറ്റി നീ അംഗീകരിക്കണം. അതിൻ്റെ പേരിൽ നീ ഇങ്ങനെ സ്വയം നശിക്കരുത്. നിന്നെ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. നീ കുറച്ച് നാളത്തേക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. എന്നാൽ അത് കേട്ടിട്ടും ഒരുപാട് വിഷമത്തോടെയും ദേഷ്യത്തോടെയും കരഞ്ഞുകൊണ്ട് ഗാർഡ്സിനെ വിളിച്ച് ആ ലിയു രാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരനെ അവിടുന്ന് കൊണ്ടുപോകാൻ പറയുന്നു. ലിയു രാജ്ഞി പറഞ്ഞതുകൊണ്ട് തന്നെ അയാളെ അവിടുന്ന് കൊണ്ടുപോകുന്നു. എന്നിട്ട് ലിയു രാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ എന്തും തന്നെ ചെയ്യാൻ തയ്യാറാണെന്ന്. ലിയു രാജ്ഞിയാകട്ടെ അവൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയും നിലത്ത് കിടന്ന് കരയുകയും ചെയ്യുന്നു. അവൾക്ക് അവളുടെ സങ്കടമൊന്നും അടക്കാനാകുന്നില്ല. ഇപ്പോൾ അവളുടെ ജീവിതത്തിന് ഒരു പ്രതീക്ഷയുമില്ല. പിന്നെ താങ് സ്റ്റേറ്റിലെ ഈ വിവരങ്ങളെല്ലാം ചോങ്മിങ് രാജകുമാരൻ അറിയുന്നതായിട്ടാണ് കാണിക്കുന്നത്. കുറച്ച് സേവകർ വന്നാണ് അത് അറിയിക്കുന്നത്. ലിയു രാജ്ഞിയുടെ സഹോദരനെ നിങ്കെ കൊന്നതും ലിയു രാജ്ഞി ഇപ്പോൾ ഹൗസ് അറസ്റ്റിലായതുമൊക്കെ അവൻ അറിയുന്നു. ലിയു രാജ്ഞിയോട് അല്പം ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കണം ചോങ്മിങ് രാജകുമാരൻ അത് കേട്ട് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. നിങ്കയോടാണ് ആ ദേഷ്യം കൂടുതലായിട്ട് പ്രകടമാവുന്നത്. അതുപോലെ തന്നെ ലോങ്കിൻ രാജകുമാരനെ കുറിച്ചുള്ള ഒരു വാർത്തയും ആ സേവകൻ പറയുന്നു. ലോങ്കിൻ രാജകുമാരൻ അവൻ്റെ അറ്റാക്ക് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. താങ് സ്റ്റേറ്റിലെ ജനങ്ങൾ പോലും ആക്രമണത്തിന് ഇറങ്ങിയിരിക്കുന്നു. താങ് സ്റ്റേറ്റിലെ ജനങ്ങൾ വലിയൊരു പ്രതിരോധമാണ് ലോങ്കിൻ രാജകുമാരൻ്റെ മുമ്പിൽ തീർത്തിരിക്കുന്നത്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരുപാട് ദേഷ്യത്തോടെ ചോങ്മേ രാജകുമാരൻ ലോങ്കിൻ രാജകുമാരനെ സഹായിക്കുന്നതിന് വേണ്ടിയും ലിയു രാജ്ഞിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയും ആളുകളെ വിടാനും അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് എടുക്കാനും തീരുമാനിക്കുന്നു. വലിയൊരു സൈന്യത്തോടു കൂടി അവൻ അതിനുവേണ്ടി പോകുന്നതായി കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നിങ്കെ സേവകരോട് പറഞ്ഞ് ലിയു രാജ്ഞിയുടെ അടുത്ത് നിന്ന് മൂർച്ചയുള്ള എല്ലാ വസ്തുക്കളും എടുത്ത് മാറ്റാൻ പറയുന്നതാണ്. അവളുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിലും അവളുടെ ആഭരണങ്ങളും ഹെയർ ക്ലിപ്പുകളും പോലും അവിടുന്ന് മാറ്റുന്നുണ്ട്. നിരാശ മൂലം ആത്മഹത്യ ചെയ്യാൻ അത് തന്നെ ധാരാളമാണല്ലോ. എന്നാൽ ലിയു രാജ്ഞി പറയുകയാണ്, ഇത് ശരിക്കും ഒരു ഹ്യൂമിലിയേഷൻ തന്നെയാണ്. എന്നാൽ അതെല്ലാം അവളെ സേഫ് ആക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് നിങ്കെ പറയുന്നത്. ലിയു രാജ്ഞി അപ്പോൾ പറയുകയാണ്, നീ വിചാരിക്കുന്നത് പോലെ അത്രയ്ക്ക് വീക്കൊന്നുമല്ല ഞാൻ. നിങ്കെ പറയുകയാണ്, എനിക്കറിയാം നീ അത്രയ്ക്ക് വീക്കൊന്നുമല്ല. പക്ഷേ മുൻകരുതലുകൾ എടുക്കണമല്ലോ. താങ് സ്റ്റേറ്റിന് നീ ജീവനോടെ തന്നെ ഇരിക്കണം. എന്നാൽ ലിയു രാജ്ഞി പറയുകയാണ്, ഞാൻ ശാന്തമായിട്ട് മരിക്കണമെന്നായിരിക്കും ഷിയാത്തിയ രാജ്ഞി ആഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്കെ പറയുകയാണ്, ഇല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. ലിയു രാജ്ഞി പറയുകയാണ്, ഞങ്ങളോ? അപ്പോൾ നീയും അവരുമൊക്കെ ടീമാണല്ലേ? എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ ഷിയാത്തിയ രാജ്ഞിയുടെ കൂടെയാണെന്ന്. നിങ്കെ അപ്പോൾ പറയുകയാണ്, എല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ്. താങ് സ്റ്റേറ്റിന് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. നീ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ താങ് സ്റ്റേറ്റിന് അത് ഇമോഷണലി ആയിട്ടൊരു സപ്പോർട്ടായിരിക്കും. താങ് സ്റ്റേറ്റിൻ്റെ സ്ഥിരത മാത്രമേ എൻ്റെ മുമ്പിൽ ഇപ്പോഴുള്ളൂ. ഒരു പുച്ഛത്തോടെ ലിയു രാജ്ഞി അപ്പോൾ പറയുകയാണ്, യൂസ്ലെസ് ആയിട്ടുള്ള ഞാൻ നിന്റെ കണ്ണിൽ അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണോ? ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ ഈ കെയറിൻ്റെയും സ്നേഹത്തിൻ്റെയും മുമ്പിൽ മുട്ടുകുത്തണോ?
നിങ്കി അപ്പോൾ പറയുകയാണ്, കഴിഞ്ഞ രാജാവ് ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ കീ എന്നെ ഏൽപ്പിച്ചു. അതായത് രാജകുടുംബത്തിൻ്റെ തന്നെ സംരക്ഷണം എൻ്റെ കരങ്ങളിലാണെന്നാണ് അർത്ഥം. എന്നാൽ ലിയുരാജ്ഞി ദേഷ്യത്തോടെ പറയുകയാണ്, ഒരിക്കലുമില്ല, രാജകുടുംബ കാര്യങ്ങളിലൊന്നും ഇടപെടാനുള്ള അധികാരം നിനക്ക് ആരും തന്നിട്ടില്ല. പാരമ്പര്യമായിട്ട് ഞങ്ങൾ തന്നെയാണ് താങ് സ്റ്റേറ്റിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ സ്ത്രീയാകട്ടെ ഞങ്ങളുടെ രാജകുടുംബത്തിൽ പെട്ടതുപോലുമല്ല. അവൾ ഡീമോണിക് കൾട്ടിൽ നിന്നുള്ളതാണ്. നിങ്കി അപ്പോൾ പറയുകയാണ്, ഞാൻ ഈ സ്റ്റേറ്റിൻ്റെ സംരക്ഷകനാണ്, അല്ലാതെ നിങ്ങളുടെ ഫാമിലിയുടെ അല്ല. വിഷമത്തോടെ ലിയുരാജ്ഞി അപ്പോൾ പറയുകയാണ്, എൻ്റെ ഫാദർ എന്നെയും എൻ്റെ സഹോദരനെയും അപ്പോൾ വിശ്വസിച്ചിരുന്നില്ലല്ലേ? നിങ്കി പറയുകയാണ്, അങ്ങനെയല്ല, നിന്നെക്കാളും കൂടുതലായിട്ട് നിൻ്റെ ഫാദർ വിശ്വസിച്ചിരുന്നത് അക്കാദമിയെയാണ്. ലിയുരാജ്ഞി അപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ്, വിശ്വാസമോ? എൻ്റെ സഹോദരനെ കൊല്ലുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഫാദർ ഒരിക്കലും നിന്നെ ഇതൊന്നും ഏൽപ്പിക്കില്ലായിരുന്നു. നിങ്കി അപ്പോൾ പറയുകയാണ്, അവിടെയാണ് നിനക്ക് തെറ്റ് പറ്റിയത്. നിന്റെ ഫാദറിൻ്റെ തീരുമാനങ്ങളിൽ നീ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഷിയാത്തിയ രാജ്ഞി അങ്ങനെയല്ല. നിന്റെ ഫാദർ എടുക്കുന്ന എന്ത് തീരുമാനത്തെയും വിശ്വസിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു. ഷിയാത്തിയ രാജ്ഞിയുടെ സഹോദരൻ്റെ ശത്രുവായിരുന്നു ഞാൻ. എന്നിട്ട് പോലും രാജാവ് എന്നെ തിരഞ്ഞെടുത്ത് എൻ്റെ കൂടെ നിന്നപ്പോൾ ഷിയാത്തിയ രാജ്ഞി അതിനെയെല്ലാം അംഗീകരിച്ചു. ലിയുരാജ്ഞി അപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ്, ഷിയാത്തിയ രാജ്ഞി എന്നെക്കാളും ബെറ്റർ ആണെന്നാണോ പറയുന്നത്? ഒരിക്കലുമില്ല, അവൾ ഒന്നിനെയും സാക്രിഫൈസ് ചെയ്തിട്ടില്ല. നിനക്കറിയാമോ, അവർ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളുടെ ഫാദറിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവളുടെ സഹോദരനെ കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ സ്നേഹം കിട്ടാതിരിക്കുമ്പോഴുള്ള അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ഷിയാത്തിയ രാജ്ഞി അവിടെ വന്നതിന് ശേഷം അവരനുഭവിച്ച കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുകയാണ് ലിയുരാജ്ഞി. ഷിയാത്തിയ രാജ്ഞി വന്നതിന് ശേഷം മുമ്പത്തെ രാജാവ് അവരെ അല്പം പോലും മൈൻഡ് ചെയ്തിരുന്നില്ല എന്നാണ് പറയുന്നത്. അവസാനം അവൾ പറയുകയാണ്, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. ഈ താങ് സാമ്രാജ്യത്തിനു വേണ്ടി അപ്പോൾ കൂടുതൽ സാക്രിഫൈസ് ചെയ്തേക്കുന്നത് ഞാനാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് എന്നെ വിശ്വസിക്കാതെ ഡീമോണിക് കട്ടിലുള്ള ആ സ്ത്രീയെ മാത്രം നീ വിശ്വസിക്കുന്നത്? കരഞ്ഞുകൊണ്ടാണ് ലിയുരാജ്ഞി അതെല്ലാം പറയുന്നത്. ലിയുരാജ്ഞിയുടെ ആ വിഷമങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ അല്പം വിഷമത്തോടെയാണെങ്കിലും നിങ്കി പറയുകയാണ്, എൻ്റെ മാസ്റ്ററായിട്ടുള്ള ഫൂസിയാണ് ഇവിടുത്തെ രാജാവായിട്ടുള്ള നിൻ്റെ ഫാദറിനെ രാജാവായിട്ട് തിരഞ്ഞെടുത്തത്. ആ രാജാവിൻ്റെ തിരഞ്ഞെടുപ്പാണ് ഷിയാത്തിയ രാജ്ഞി. അതുകൊണ്ട് തന്നെയാണ് അവളിൽ ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കാതെ എല്ലാ സേവകന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ്, ഇവളെ നല്ലവണ്ണം കെയർ ചെയ്തോളണം. ഇവളെ മുറിയുടെ പുറത്ത് വിടരുത്. ഇവൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടും. അതും പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാതെ എനിക്ക് അവിടെ നിന്ന് പോകുന്നു. ലിയുരാജ്ഞി ആകട്ടെ അതെല്ലാം കേട്ട് അല്പം ദേഷ്യമാകുമെങ്കിലും കൂടുതൽ നിരാശയോടെയാണ് തിരിഞ്ഞു നടക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഷീലിങ്ങിലെ അധികാരിയാണ്. അയാൾ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, നിങ്കെ താങ് സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്. അവനും ഡീമോണിക് കൾട്ടിൽ നിന്നുള്ള ഷിയാത്തിയ രാജ്ഞിയും കൂടി അവിടുത്തെ രാജാവിനെ കൊന്ന് രാജപദവി ഷിയാത്തിയ രാജ്ഞിയുടെ മകന് കൊടുത്തു. നമ്മൾ ഇതുവരെയും നമ്മുടെ ആർമിയെ അങ്ങോട്ട് വിട്ടിട്ടില്ല. അവർ സ്വയം യുദ്ധം ചെയ്ത് ഇല്ലാതാവട്ടെ എന്നാണ് കരുതിയത്. എന്നാൽ ഇപ്പോൾ എല്ലാം തീർന്ന മട്ടാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കരുക്കൾ നീക്കേണ്ട സമയമായിരിക്കുന്നു. അവിടെ യേഹോങ്ങിയും ദുഷ്ടനായിട്ടുള്ള കമാൻഡറും ഒക്കെ ഉണ്ട്. ദുഷ്ടനായിട്ടുള്ള കമാൻഡർ പറയുകയാണ്, ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആർമിയെ വിടാൻ ഞങ്ങൾ തയ്യാർ. അപ്പോൾ ഷീലിങ്ങിൻ്റെ അധികാരി ആ തീരുമാനം എടുക്കുകയാണ്. ആർമിയെ വിടുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം വഹിക്കുന്നതിന് വേണ്ടി ആ ദുഷ്ടനായിട്ടുള്ള കമാൻഡറിനെയും യേഹോങ്യുവിനെയും ഏൽപ്പിക്കുന്നു. ദുഷ്ടനായിട്ടുള്ള കമാൻഡർ മുന്നോട്ട് വന്ന് സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുന്നു. യേഹോങ്യു അപ്പോഴും അത് അംഗീകരിക്കാത്തതായി കാണുമ്പോൾ ദുഷ്ടനായിട്ടുള്ള കമാൻഡർ അവളെ ഒന്ന് നോക്കുന്നുണ്ട്. ഷീലിങ്ങിൻ്റെ അധികാരിയും അവളുടെ ഉത്തരം പ്രതീക്ഷിച്ച് കുറച്ചു നേരം കാത്തു നിൽക്കുന്നു. എന്നാൽ അല്പം കഴിയുമ്പോൾ തന്നെ യേഹോങ്യുവും അത് അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഷീലിംഗ് തന്നെ താങ് സ്റ്റേറ്റിനെതിരെ ആക്രമണം പുറപ്പെടുവിക്കാൻ പോവുകയാണ്. പിന്നെ ഷീലിംഗ് അവരുടെ പവർഫുൾ ആയിട്ടുള്ള ആർമിയോട് കൂടി താങ് സ്റ്റേറ്റിനെ ആക്രമിക്കാൻ പോകുന്നത് കാണിക്കുന്നു. അത് ദൂരെ നിന്ന് യേഹോങ്യുവിൻ്റെ സഹോദരനും നിരീക്ഷിക്കുന്നുണ്ട്. ഇതേ സമയം ഷീലിംഗിലെ നല്ലവനായിട്ടുള്ള ആ പ്രീസ്റ്റിൻ്റെ അടുത്തേക്ക് അയാളുടെ ശിഷ്യൻ മെഡിസിനുമായിട്ട് വരുന്നു. അപ്പോൾ നല്ലവനായിട്ടുള്ള ആ പ്രീസ്റ്റ് അവിടുത്തെ സ്ഥിതിഗതികളെ കുറിച്ചൊക്കെ ചോദിക്കുന്നു. അപ്പോൾ എല്ലാം അയാളുടെ ശിഷ്യൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഷീലിംഗ് അവരുടെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആർമിയെ താങ് സ്റ്റേറ്റിനെ ആക്രമിക്കാൻ വിട്ടിരിക്കുകയാണ്. നിങ്കെ താങ് സ്റ്റേറ്റിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അവരിപ്പോൾ ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ പുറകെ ആയിരിക്കും. കാരണം അവർക്കിപ്പോൾ ആശ്രയം അതുമാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നല്ലവനായിട്ടുള്ള ആ പ്രീസ്റ്റ് പറയുകയാണ്, ഫൂസി ഈ ലോകം വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ അത്രയ്ക്ക് പവർഫുൾ ആയിരിക്കുമോ എന്ന സംശയം എനിക്കുണ്ട്. അപ്പോൾ അയാളുടെ ശിഷ്യനായിട്ടുള്ള വ്യക്തി ചോദിക്കുകയാണ്, മാസ്റ്ററിന് എന്ത് തോന്നുന്നു, താങ് സ്റ്റേറ്റ് ഇല്ലാതാകുമോ? അത് ഒരു വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നു. അതാരാണെന്ന് ചോദിക്കുമ്പോൾ നല്ലവനായിട്ടുള്ള ആ പ്രീസ്റ്റ് എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, അത് ആരാണെന്ന് എനിക്കറിയില്ല. അവളുടെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ എനിക്ക് കിട്ടുന്നില്ല. അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയില്ല.
ഈ വ്യക്തിക്ക് കുറേ ദർശനങ്ങൾ കിട്ടാറുണ്ട്, പക്ഷേ അതൊന്നും ഗ്രഹിക്കാൻ അയാൾക്കറിയില്ല. എന്നാൽ ഇപ്രാവശ്യം കണ്ണടച്ചു നോക്കുമ്പോൾ സാങ്സാങ്ങിൻ്റെയും ഹെവൻലി ഗോഡിൻ്റെയും മകളുടെയും മുഖം മാറി മാറി വരുന്നതായി അയാൾ കാണുന്നു. പെട്ടെന്ന് കണ്ണു തുറന്നു പറയുകയാണ്, ഞാൻ ഒരേ സമയം പ്രകാശവും അതേസമയം തന്നെ അന്ധകാരവും കാണുന്നു. അയാളുടെ ശിഷ്യനപ്പോൾ അത് എന്താണെന്ന് ചോദിക്കുന്നു. ആ വ്യക്തി അതിന് ഉത്തരം പറയുന്നതായി കാണിക്കുന്നില്ല. ഇതേസമയം ഫൂസിയുടെ വാക്കുകൾ പ്രസക്തമാണ്. ഫൂസി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായ പ്രകാശം എന്നത് പൂർണ്ണമായിട്ടുള്ള അന്ധകാരം തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രനെ തന്നെ നോക്കി നിൽക്കുന്ന ഹെവൻലി ഗോഡിൻ്റെ മകളെയാണ്. അവർ ഇപ്പോഴും മഞ്ഞുകൊണ്ട് മൂടിയ ഒരു സ്ഥലത്ത് തന്നെയാണ്. അവൾ നോക്കി നിൽക്കുന്നത് എങ്ങോട്ടുമല്ല, ആകാശത്തേക്കാണ്. അതായത് അവളുടെ വീട്ടിലേക്കാണ്. ഹെവൻലി ഗോഡിൻ്റെ മകളാണല്ലോ. പെട്ടെന്ന് അവളുടെ ഉള്ളിൽ നിന്ന് സാങ്സാങ് പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ്, നിന്റെ ഉള്ളിൽ ഞാനുണ്ട്, ഞാൻ തന്നെയാണ് നീ. നിന്റെ ഉള്ളിൽ ഞാനുള്ളത് കൊണ്ട് തന്നെ നിനക്ക് ഒരിക്കലും വീട്ടിലേക്ക് തിരികെ പോകാനാകില്ല. നീ ഈ ലോകം മുഴുവനെ തന്നെ കീഴടക്കിയാലും എന്നെ നിനക്ക് പരാജയപ്പെടുത്താനാകില്ല. അത് കേട്ട് കഴിയുമ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകൾ ദേഷ്യത്തോടെ സാങ്സാങ്ങിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ സാങ്സാങ്ങിൻ്റെ ഉള്ളിലൂടെയാണ് കൈ പോകുന്നത്. സാങ്സാങ് അവളുടെ ഉള്ളിൽ തന്നെയാണ്. സാങ്സാങ്ങിനെ അവൾക്ക് ഒന്നും ചെയ്യാനാകില്ല. സാങ്സാങ് പറഞ്ഞത് ശരിയാണ്, അവൾ തന്നെയാണ് ഇപ്പോൾ സാങ്സാങ്ങും. സാങ്സാങ് അത് പല പ്രാവശ്യവും അവളോട് പറയുന്നുണ്ട്. അപ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുന്നത് ഇങ്ങനെയാണ്, ലൈറ്റിൻ്റെ അടുത്ത് അന്ധകാരത്തിന് ഒരു പ്രകാശവുമില്ല. എന്നാൽ അപ്പോൾ സാങ്സാങ് പറയുകയാണ്, അന്ധകാരമില്ലെങ്കിൽ പ്രകാശവുമില്ല. മനുഷ്യരുടെ ലോകത്തിലുള്ള ശക്തി നിന്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ചത് ഫൂസിയാണ്. അതായത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഫൂസിയാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഫൂസിയുടെ പേര് കേട്ട് കഴിയുമ്പോൾ ദേഷ്യത്തോടെ ഹെവൻലി ഗോഡിൻ്റെ മകൾ ഫൂസിയുടെ പേര് പറയരുത് എന്ന് പറയുന്നു. എന്നിട്ടും സാങ്സാങ് അത് തന്നെ പറയുന്നു. മനുഷ്യരുടെ ലോകത്തിൻ്റെ പവർ എന്നത് ഹ്യൂമാനിറ്റിയാണ്. ഹ്യൂമാനിറ്റി ഇല്ലാതായാൽ മാത്രമേ നിനക്ക് തിരികെ പോകാനാവുകയുള്ളൂ. ഹ്യൂമാനിറ്റി എന്നത് സാങ്സാങ്ങിന് സമം തന്നെയാണ്. അതായത് സാങ്സാങ് തന്നെയാണ് ഈ ഹ്യൂമാനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. സാങ്സാങ് അതിനുശേഷം തുടർന്ന് പറയുകയാണ്, ക്രമേണ നീ വീക്ക് ആയിക്കൊണ്ടിരിക്കും. അവസാനം നീ എന്നെ ചെയ്തതുപോലെ നിന്നെ ഞാൻ റീപ്ലേസ് ചെയ്യും. ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ ഹെവൻലി ഗോഡിൻ്റെ മകളാണ്, എന്നെ ആർക്കും റീപ്ലേസ് ചെയ്യാനാകില്ല. അപ്പോൾ സാങ്സാങ് പറയുകയാണ്, ഞാൻ ഡോട്ടർ ഓഫ് ഡിസീസ് ആണ്, എന്നെയും ആർക്കും റീപ്ലേസ് ചെയ്യാനാകില്ല. അപ്പോൾ സാങ്സാങ്ങിനോട് ദേഷ്യത്തോടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞ് ഹെവൻലി ഗോഡിൻ്റെ മകൾ സാങ്സാങ്ങിനെ അവളുടെ ഉള്ളിലേക്ക് തന്നെ കയറ്റുന്നു. ഇപ്പോൾ അംഗരക്ഷകരെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തി ബുക്ക് മാനിയാക്കിനെ രക്ഷിക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന പിയെ കാണിക്കുന്നു. എന്നാൽ വഴിക്ക് വെച്ച് അവൻ അവൻ്റെ സഹോദരനെ കാണുന്നു. സഹോദരനോട് അവൻ പറയുകയാണ്, ഷീലിങ്ങിൻ്റെ അധികാരി ഉടനെ തന്നെ ബുക്ക് മാനിക്കിനെ കൊല്ലുവാൻ വിധിക്കും. അപ്പോൾ അവൻ്റെ സഹോദരൻ ചോദിക്കുകയാണ്, അതിന് നിനക്കും അക്കാദമിക്കും ഇതിൽ എന്ത് കാര്യമിരിക്കുന്നു? പി പറയുകയാണ്, ഫസ്റ്റ് ബ്രദർ ബുക്ക് മാനിയാക്കിനെ സിസ്റ്ററായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ഇത് അക്കാദമിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. പിയുടെ സഹോദരൻ അപ്പോൾ പറയുകയാണ്, ഫസ്റ്റ് ബ്രദർ ഇവളെ സഹോദരിയായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനിതെല്ലാം കണ്ടില്ല എന്ന് നടിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. ബുക്ക് മാനിയാക്കാകട്ടെ അകത്ത് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പുതിയ തലിസ്മാൻ പ്രാക്ടീസ് ചെയ്യുകയാണെന്നാണ് തോന്നുന്നത്. പി ആകട്ടെ അവൻ്റെ ഫിംഗർ ടെക്നിക്കുകളെല്ലാം ഉപയോഗിച്ച് വാതിലുകൾ തകർത്ത് അവസാനം ബുക്ക് മാനിയാക്കിൻ്റെ അടുത്തെത്തുന്നു. അവസാനം പി ബുക്ക് മാനിയാക്കിൻ്റെ അടുത്തെത്തി എല്ലാം അവളെ ധരിപ്പിക്കുന്നു. ഷീലിങ് താങ് സ്റ്റേറ്റിനെ ഇല്ലാതാക്കാൻ പോവുകയാണ്. ലോകം തന്നെ വിഭജിക്കാൻ പോവുകയാണ്. ഈ അവസരത്തിൽ നീ ഇവിടെ നിൽക്കുന്നത് ഉചിതമല്ല, നിന്നെയും ഷീലിങ് എന്തെങ്കിലും ചെയ്യും. എന്നാൽ ബുക്ക് മാനിയാക്ക് ആദ്യം ചോദിക്കുന്നത് നിങ്ക് എവിടെയെന്നാണ്. ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ പ്രൊട്ടക്ടറായിട്ട് നിങ്ക് ഇപ്പോഴും താങ് സ്റ്റേറ്റിൽ തന്നെ ഉണ്ടെന്ന് അവൻ പറയുന്നു. ബുക്ക് മാനിയാക്ക് അപ്പോൾ പറയുകയാണ്, താങ് സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടിന് വേണ്ടി എൻ്റെ സ്റ്റേറ്റ് എപ്പോഴും കൂടെ ഉണ്ടാകും. സന്തോഷത്തോടെ പി പറയുകയാണ്, അതുകൊണ്ട് തന്നെയാണ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ബുക്ക് മാനിയാക്ക് ചോദിക്കുകയാണ്, പക്ഷേ ഈ കവാടത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കും? അപ്പോൾ അത് വളരെ എളുപ്പമായിരിക്കുമെന്ന് കരുതി തൻ്റെ ശക്തി ഉപയോഗിച്ച് പി ആ കവാടം തകർക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവനത് സാധിച്ചില്ല. 2-3 അറ്റംപ്റ്റ് കൂടി നടത്തി നോക്കി, എന്നിട്ടും ഫലമുണ്ടായില്ല. അവസാനം സർവ്വശക്തിയും എടുത്തു നോക്കിയിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. അവൻ്റെ എല്ലാ ശക്തിയും പ്രയോഗിച്ച് പരാജയപ്പെട്ട് നിരാശനായിട്ടിരിക്കുന്നതായി കാണുമ്പോൾ ബുക്ക് മാനിയാക്കിനും വിഷമമാകുന്നു. അവസാനം ബുക്ക് മാനിയാക്ക് പറയുകയാണ്, ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ബുക്ക് മാനിയാക്ക് അതിനുശേഷം പവർഫുൾ ആയിട്ടുള്ള എന്തോ ഒരു ഫോർമേഷൻ ഉണ്ടാക്കുന്നതായി കാണുമ്പോൾ പിയും ഒരുമിച്ച് ട്രൈ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും അവരുടെ ശക്തി ഒരുമിച്ച് പ്രയോഗിച്ച് കഴിയുമ്പോൾ ആ കവാടം തകർക്കപ്പെടുന്നു. ബുക്ക് മാനിയാക്കിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ആ ഫോർമേഷൻ ടെക്നിക്ക് കണ്ടിട്ട് പി പറയുകയാണ്, ഇതെല്ലാം നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലേ, താങ് സ്റ്റേറ്റിന് നീ ശരിക്കും ഉപകാരപ്പെടും. ബുക്ക് മാനിയാക്ക് അപ്പോൾ പറയുകയാണ്, അക്കാദമി മുഴുവനും ഇപ്പോൾ താങ് സ്റ്റേറ്റിനെ സഹായിക്കുന്ന അവസരമാണ്, നീ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, നീ എന്ത് ചെയ്യാൻ പോകുന്നു? പി അപ്പോൾ പറയുകയാണ്, ഞാൻ ഇങ്ങോട്ട് വന്നത് ഫൂസി പറഞ്ഞിട്ടായിരുന്നു.
ഫൂസിയുടെ ഒരു പരീക്ഷണമായിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത്. അപ്പോഴേക്കും യേഹോങ്യും പൂക്കളുടെ രാജകുമാരിയും അങ്ങോട്ട് വരുന്നു. നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് പി ചോദിച്ചു കഴിയുമ്പോൾ പൂക്കളുടെ രാജകുമാരിയും യേഹോങ്യും പറയുകയാണ്, ഇവളെ ഇവിടുന്ന് പുറത്ത് കടത്തുന്നതിന് വേണ്ടി വന്നതാണ്. അത് കേട്ടപ്പോൾ അവർക്ക് ആശ്വാസമായി. പൂക്കളുടെ രാജകുമാരി പറയുകയാണ്, ഈ കവാടം തകർത്തത് ഷീലിങ്ങിൻ്റെ അധികാരി മനസ്സിലാക്കിയിട്ടുണ്ടാകണം. ഉടനെ തന്നെ നമുക്ക് പുറത്ത് കടക്കാം. ശേഷം ഉടനെ തന്നെ അവർ പുറത്ത് കടക്കുകയാണ്. അതിനുശേഷം അവരെല്ലാവരും കൂടി മറ്റൊരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ യേഹോങ്യു പറയുകയാണ്, ഉടനെ തന്നെ ഇവിടെ നിന്ന് പോകണം. അധിക നേരം ഇവിടെ നിൽക്കാനാകില്ല. യേഹോങ്യുവിനോട് അപ്പോൾ ബുക്ക്മാനിയാക്ക് ചോദിക്കുകയാണ്, നീ എന്ത് ചെയ്യാൻ പോകുന്നു? എൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട എന്ന് യേഹോങ്യുവും പറയുന്നു. ബുക്ക്മാനിയാക്ക് അപ്പോൾ പൂക്കളുടെ രാജകുമാരിയോട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ അവളുടെ നാട്ടിലേക്ക് തന്നെ പോവുകയാണെന്ന് പറയുന്നു. ബുക്ക്മാനിയാക്ക് അതിനുശേഷം പറയുകയാണ്, നിന്നോടൊരു കാര്യം പറയണമെന്ന് ഞാൻ കരുതിയതാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അന്ധകാരമില്ലെങ്കിൽ പ്രകാശവുമില്ല. ഒന്ന് ആലോചിച്ച് പൂക്കളുടെ രാജകുമാരി പറയുകയാണ്, അത് ശരിയാണ്. ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ടാണ് ഒരിക്കലും ചിന്തിക്കാതിരുന്നത്? ബുക്ക്മാനിയാക്ക് അതിനുശേഷം തുടർന്ന് പറയുകയാണ്, ലൈഫും ലവും അങ്ങനെയാണ്. നമ്മുടെ ലൈഫ് വളരെ ലോങ് ആണ്. അവിടെ ഡാർക്ക്നെസ് ടെമ്പററി ആണ്, കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. ഹൃദയം കൊണ്ടാണ് എല്ലാത്തിനെയും നീ കാണേണ്ടത്, അല്ലാതെ നിന്റെ ഒബ്സഷൻ കൊണ്ടല്ല. ഫ്ലവർ മാനിയാക്ക് അത് കേട്ടിട്ട് പറയുകയാണ്, പറയാൻ അത് എളുപ്പമാണ്, പ്രാവർത്തികമാക്കാനാണ് പണി. ബുക്ക്മാനിയാക്ക് അപ്പോൾ പറയുകയാണ്, നീ തീർച്ചയായും അവനെ വീണ്ടും കാണുക തന്നെ ചെയ്യും. ലോങ്കിൻ രാജകുമാരനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അത് കേട്ട് ഉടനെ തന്നെ യേഹോങ്യു പറയുകയാണ്, അതിലും ഭേദം നീ മരിക്കുന്നതാണ് നല്ലത്. ഇനി ലോങ്കിൻ രാജകുമാരനെ കുറിച്ച് ഓർക്കുക പോലും ചെയ്യേണ്ട എന്നാണ് യേഹോങ്യുവിൻ്റെ വാദം. അതിനുശേഷം ഫ്ലവർ മാനിയാക്ക് ചോദിക്കുകയാണ്, ഇനി നമ്മൾ എന്നാണ് കാണുക? ബുക്ക്മാനിയാക്ക് അപ്പോൾ പറയുകയാണ്, ഈ ലോകത്തെ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞ് സമാധാനം ഉണ്ടാകുന്ന സമയത്ത്. യേഹോങ്യു അപ്പോൾ പറയുകയാണ്, ശരി നമുക്ക് പിരിയാം, എല്ലാവരും കെയർഫുൾ ആയിരിക്കണം. അതിനുശേഷം അവർ പിരിഞ്ഞ് 3 സൈഡിലേക്ക് പോകുന്നു. അവർ അവരുടേതായിട്ടുള്ള വഴികൾ തേടി പോവുകയാണ്. അവർ പോയി കഴിയുമ്പോൾ അവിടെ നിന്ന് കരയുകയാണ് പി. അവൻ പറയുകയാണ്, പെണ്ണുങ്ങളുടെ ഇടയിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് എന്നെ ശരിക്കും ടച്ച് ചെയ്തിരിക്കുന്നു. അവൻ്റെ ആ കരച്ചിൽ കണ്ട് അങ്ങോട്ട് വന്ന അവൻ്റെ സഹോദരൻ ഇതേ സമയം അവനെ കളിയാക്കുകയും ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് ഷീലിങ്ങിൻ്റെ അധികാരി ഇക്കാര്യങ്ങളെല്ലാം അറിയുന്നതാണ്. ദുഷ്ടനായിട്ടുള്ള കമാൻഡറാണ് ഇക്കാര്യം അറിയിക്കുന്നത്. ഒരു തടിച്ചു കൊഴുത്ത വ്യക്തിയാണ് അംഗരക്ഷകരെ എല്ലാം ആക്രമിച്ചത് എന്ന ഇൻഫർമേഷൻ അവർക്ക് കിട്ടി. അത് പി ആയിരിക്കുമെന്ന് ഷീലിങ്ങിൻ്റെ അധികാരിക്ക് മനസ്സിലായി. പി അവൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു വന്ന കാര്യമൊക്കെ ഷീലിങ്ങിൻ്റെ അധികാരിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, ബുക്ക്മാനിയാക്ക് പോയി, പക്ഷേ അവളെക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആളെ തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ദുഷ്ടനായിട്ടുള്ള കമാൻഡർ ചോദിക്കുന്നുണ്ട്, അവനെ പിടിച്ച് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന്. എന്നാൽ ചിരിച്ചുകൊണ്ട് ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, വേണ്ട, ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ കീ ചോദിച്ചോളാം. ആ കീ അക്കാദമിയിലാണെന്ന് മനസ്സിലാക്കിയാണ് ഷീലിങ്ങിൻ്റെ അധികാരി അങ്ങോട്ട് പോകുന്നത്. അതിനുശേഷം ഷീലിങ്ങിൻ്റെ അധികാരി പിയെ കാണുന്നതായി കാണിക്കുന്നു. എന്നാൽ തനിക്ക് ഫോർമേഷൻ കീനെ പറ്റിയൊന്നും അറിയില്ല എന്നാണ് പിയോട് ചോദിച്ചു കഴിയുമ്പോൾ പി പറയുന്നത്. എന്നാൽ ഷീലിങ്ങിൻ്റെ അധികാരി അത് സമ്മതിക്കുന്നില്ല. നിനക്ക് ആ ഫോർമേഷൻ കീനെ പറ്റി നന്നായിട്ട് അറിയാമെന്ന് തന്നെയാണ് ഷീലിങ്ങിൻ്റെ അധികാരി അവനോട് പറയുന്നത്. അത് പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലങ്ങളും വലുതായിരിക്കുമെന്ന് പറയുന്നു. എന്നാൽ പി പറയുകയാണ്, ഞാൻ ടെമ്പിൾ മാസ്റ്ററിൻ്റെ മകനാണ്, എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനാകില്ല. അപ്പോൾ ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, പക്ഷേ അയാൾ ഇപ്പോൾ ടെമ്പിൾ മാസ്റ്റർ അല്ലല്ലോ. പി അപ്പോൾ പറയുകയാണ്, ഞാൻ എന്താണ് വേണ്ടത്? ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, നീ എൻ്റെ കൂടെ താങ് സ്റ്റേറ്റിലേക്ക് വരണം. താങ് സ്റ്റേറ്റിനെ അവസാനമായിട്ട് ഒന്ന് കാണുന്നതിന് വേണ്ടി. പി പറയുകയാണ്, അത് നിങ്ങളുടെ സ്വപ്നമാണ്, താങ് സ്റ്റേറ്റ് അങ്ങനെയൊന്നും നശിയില്ല. ഷീലിങ്ങിൻ്റെ അധികാരി ചോദിക്കുകയാണ്, അപ്പോൾ നീ ഇപ്പോഴും താങ് സ്റ്റേറ്റിൻ്റെ കൂടെയാണോ? പി പറയുകയാണ്, അക്കാദമി താങ് സ്റ്റേറ്റിലുള്ളതാണ്, ഞാൻ അക്കാദമിയിൽ നിന്നുള്ളതാണ്. അതേസമയം തന്നെ ഞാൻ ടെമ്പിൾ മാസ്റ്ററിൻ്റെ മകനായതുകൊണ്ട് തന്നെ ഷീലിങ്ങിലും പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ആരുടെ വശത്താണെന്നുള്ള ചോദിക്കാനുള്ള അധികാരം ഒന്നും നിങ്ങൾക്കില്ല. ഞാൻ എപ്പോഴും ന്യായത്തിൻ്റെ കൂടെ ആയിരിക്കും. അക്കാദമി എന്നെ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ദേഷ്യത്തോടെ എങ്കിൽ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഷീലിങ്ങിൻ്റെ അധികാരി പിയെ ആക്രമിക്കുന്നു. അയാളുടെ ആക്രമണത്തിന് മുമ്പിൽ പിക്ക് പിടിച്ചു നിൽക്കാനായില്ല. ആക്രമണമേറ്റ് നിലത്ത് കിടന്നുരുളുകയാണ് പി. ആരെങ്കിലും സഹായിക്കണേ എന്ന് ഉച്ചത്തിൽ അവൻ നിലവിളിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവനെ സഹായിക്കുന്നതിന് വേണ്ടിയായിരിക്കണം നിസ്സഹായതയോടെ നിൽക്കുന്ന അവൻ്റെ അടുത്തേക്ക് അവൻ്റെ സഹോദരൻ വരുന്നു. നീ എന്തെങ്കിലും കുസൃതി കാണിച്ചോ എന്ന് സഹോദരൻ ചോദിച്ചു കഴിയുമ്പോൾ പി ഇല്ല എന്ന് പറയുന്നു. ഷീലിങ്ങിൻ്റെ അധികാരിക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടമായില്ല. അവൻ്റെ ശക്തി ഉപയോഗിച്ച് പി അവൻ വലിച്ചെടുക്കുന്നു. എന്നാൽ പിയുടെ സഹോദരൻ അവൻ്റെ ശക്തി ഉപയോഗിച്ച് പിയെ വീണ്ടും പഴയ സ്ഥലത്തേക്ക് ഉരുട്ടിവിടുന്നു. വിട്ടുകൊടുക്കാതെ ഷീലിങ്ങിൻ്റെ അധികാരി പിയെ ഉരുട്ടി അവൻ്റെ അടുത്തേക്ക് വീണ്ടും കൊണ്ടുവരുന്നു. ഈ പ്രക്രിയ അല്പനേരം ആവർത്തിക്കുന്നുണ്ട്. വേദന അനുഭവിക്കുന്നതിനാകട്ടെ ആ പിയും. അവസാനം അതിനൊരു നടപടിയാകില്ല എന്നത് അറിഞ്ഞതുകൊണ്ടായിരിക്കണം പിയുടെ ഫാദറായിട്ടുള്ള ടെമ്പിൾ മാസ്റ്റർ അവിടെ പാഞ്ഞെത്തുന്നു. ടെമ്പിൾ മാസ്റ്ററിനെ കാണുമ്പോൾ ഷീലിങ്ങിൻ്റെ അധികാരി പോലും ആദരവോടെ വണങ്ങുന്നുണ്ട്.
കാരണം അയാൾ അത്രമാത്രം പവർഫുൾ ആയിരിക്കണം. ഷീലിങ്ങിൻ്റെ അധികാരി ടെമ്പിൾ മാസ്റ്ററിനോട് പറയുകയാണ്, നീ ഞങ്ങളുടെ കൂടെയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾക്കത് വലിയ അനുഗ്രഹമായിരിക്കും. ടെമ്പിൾ മാസ്റ്റർ അപ്പോൾ പറയുകയാണ്, എന്നെ കൂടി നിങ്ങൾ എന്തിനാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്? ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, പ്രകാശത്തിന് വേണ്ടി പോരാടാൻ, ലോകത്തിന് നന്മയുണ്ടാവുന്നതിന് വേണ്ടി. അപ്പോൾ അതിനും ഉത്തരമായിട്ട് അയാൾ എന്തൊക്കെയോ തത്വങ്ങൾ പറയുന്നു. അതിനുശേഷം അവിടുന്ന് മാഞ്ഞു പോകുന്നു. ഷീലിങ്ങിൻ്റെ അധികാരിക്കാകട്ടെ അത് കേട്ട് സന്തോഷമാകുന്നുണ്ട്. എങ്കിൽ ശരി, നമുക്ക് താങ് സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലിൽ വെച്ച് കാണാമെന്നും പറയുന്നതായി കേൾക്കാം. ഒരുപക്ഷെ താങ് സ്റ്റേറ്റിനെതിരെ പ്രവർത്തിക്കാൻ ടെമ്പിൾ മാസ്റ്റർ തയ്യാറായിരിക്കണം. എന്നാൽ അയാൾ പറഞ്ഞ ഉത്തരം ക്ലിയർ ആയിരുന്നില്ല. അതിനുശേഷം ഷീലിങ്ങിൻ്റെ അധികാരിയും മറ്റുള്ളവരും അവിടെ നിന്ന് പോകുന്നു. പി ആകട്ടെ സഹോദരൻ വിളിച്ചുകൊണ്ടും പോകുന്നു. പിന്നെ കാണിക്കുന്നത് അവൻ്റെ വീടിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന പി ആണ്. താങ് സ്റ്റേറ്റിനെതിരെ പ്രവർത്തിക്കാനുള്ള എന്തൊക്കെയോ ഐഡിയ ആണ് ടെമ്പിൾ മാസ്റ്റർ പറയുന്നത്. താങ് സ്റ്റേറ്റിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അക്കാദമി എന്തായാലും വരുമെന്നറിയാം. അക്കാദമി ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ബ്രദറാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബ്രദറിനെ നേരിടാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുത്തോളാം എന്ന് പിയുടെ സഹോദരൻ പറയുന്നു. ടെമ്പിൾ മാസ്റ്റർ എന്നാൽ പറയുകയാണ്, അവനെ ഡൈവേർട്ട് ചെയ്യാൻ മാത്രമേ നിനക്ക് സാധിക്കുകയുള്ളൂ, അവനെ തോൽപ്പിക്കാൻ നിനക്ക് സാധിക്കില്ല. നിന്റെ ഈ ജനറേഷനിൽ അവൻ്റെ ലെവലിലുള്ള ആരും തന്നെ ഇല്ല. അതുകൊണ്ട് അവനെ നേരിടാൻ ഞാൻ ഇറങ്ങിയേ മതിയാകൂ. ഷീലിങ്ങിൻ്റെ കൂടെ താങ് സ്റ്റേറ്റിനെ ആക്രമിക്കാൻ ഞാനും പോവുകയാണ്. താങ് സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലിൻ്റെ അത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തെയാണ് ഷീലിംഗ് ഇപ്പോൾ ആക്രമിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അക്കാദമിയും തീർച്ചയായും താങ് സ്റ്റേറ്റിൻ്റെ സഹായത്തിനെത്തും. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് യേഹോങ്യുവിന് സപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞ് പിയുടെ സഹോദരനെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം ടെമ്പിൾ മാസ്റ്റർ മുട്ടുകുത്തി നിൽക്കുന്ന പിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു. ഇപ്പോഴും താങ് സ്റ്റേറ്റിന് വേണ്ടി തന്നെയാണ് വാദിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ മുട്ടുകുത്തി തന്നെ നിൽക്കുക. താങ് സ്റ്റേറ്റ് ഇല്ലാതായി കഴിയുമ്പോൾ മുട്ടുകുത്തി നിൽക്കുന്നതിൽ നിന്ന് എഴുന്നേറ്റാൽ മതി. എന്നാൽ എഴുന്നേറ്റ് ഫാദറിൻ്റെ അടുത്തേക്ക് വന്ന് വിഷമത്തോടെ പി പറയുകയാണ്, താങ് സ്റ്റേറ്റിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കരുത്. അവിടുത്തെ ജനങ്ങൾ വളരെ ഹാപ്പിയാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ അവിടെ നിന്ന് കേട്ടതും പഠിച്ചതും ഒക്കെ നല്ല കാര്യങ്ങൾ മാത്രമാണ്. വർഷങ്ങളുടെ പാരമ്പര്യമാണ് ആ സ്റ്റേറ്റിനുള്ളത്. ഉട്ടോപ്പിയ എന്ന സ്ഥലം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് താങ് സ്റ്റേറ്റ് ആണ്. അങ്ങനെ താങ് സ്റ്റേറ്റിനെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പുകഴ്ത്തി പറയുകയാണ് പി. അതുകൂടാതെ അവൻ വളർന്നു വന്നത് അക്കാദമിയിലാണെന്നും അക്കാദമി എത്രമാത്രം ഹാപ്പിനെസ് നിറഞ്ഞ സ്ഥലമാണെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. അവൻ്റെ സഹോദരന്മാരുടെ കൂടെയുള്ള സന്തോഷകരമായിട്ടുള്ള അവൻ്റെ ജീവിതം ഷെയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവസാനം മുട്ടുകുത്തിയെന്ന് ഫാദറിനോട് അപേക്ഷിക്കുകയാണ് അവൻ. താങ് സ്റ്റേറ്റ് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാകും, ആർക്കാണ് മിസ്റ്റേക്ക് പറ്റാത്തത്? പക്ഷേ താങ് സ്റ്റേറ്റിനെ ഇല്ലാതാക്കാനുള്ള തരത്തിലുള്ള മിസ്റ്റേക്ക് ഒന്നും അവർ ചെയ്തിട്ടില്ല. ഇതെല്ലാം ഷീലിങ്ങിൻ്റെ പ്ലാനാണ്. അതിന് നമ്മൾ കൂട്ടുനിൽക്കുകയാണെങ്കിൽ നമ്മൾ കാരണം വലിയൊരു ദുരന്തം തന്നെ ഉണ്ടാകും. എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ പിയുടെ ഫാദർ തിരിഞ്ഞ് അവനോട് പറയുകയാണ്, ഇതൊന്നും ഷീലിങ്ങിൻ്റെ തീരുമാനമല്ല, ഹെവൻ്റെ തീരുമാനമാണ്. ഹെവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവർ നിലനിൽക്കും, ഇല്ലാത്തവർ ഇല്ലാതാകും. ഇതൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എൻ്റെ മകനാകാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല എന്ന് പറഞ്ഞ് ടെമ്പിൾ മാസ്റ്റർ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഒരുപാട് വിഷമിച്ചിരിക്കുന്ന പി ആകട്ടെ അവൻ്റെ സഹോദരൻ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ്, ഉടനെ തന്നെ ഷീലിങ്ങിൻ്റെ കൂടെ താങ് സ്റ്റേറ്റിനെ ആക്രമിക്കാൻ എനിക്ക് പോകേണ്ടിയിരിക്കുന്നു. ഒരുപാട് വിഷമത്തോടെ കരയുന്ന പിയെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഉടൻ തന്നെ കാണും. അതൊരു ഗുഡ് ബൈ.